ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 9 ആഴ്ചത്തെ വോട്ടിംഗ് തീർക്കുന്ന ബുധനാഴ്ച ദിവസത്തെ അവസാനിക്കാൻ പോവുകയാണ്. അവസാന മണിക്കൂറിൽ വമ്പൻ അട്ടിമറികളൊന്നും കാണാൻ സാധിക്കാതെ വരുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ആർക്കൊക്കെ മികച്ച വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചെന്നും അല്ലെങ്കിൽ ഈ ആഴ്ച ആരൊക്കെ എവിക്റ്റ് ആകാതെ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നും ആരൊക്കെ പുറത്താകാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റാഴ്ചകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആഴ്ച വളരെ ഒരു വോട്ടിംഗ് കുറഞ്ഞൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിശക്തരായിട്ടുള്ള കണ്ടസ്റ്റന്റുകൾ നോമിനേഷന് വരാത്തത് തന്നെയായിരിക്കാം ഏറ്റവും വലിയ വോട്ടിംഗ് തിരിച്ചടികൾ നേരിട്ടിരിക്കുന്നത്. നിലവിൽ 8 മത്സരാർത്ഥികളാണ് ഈ ആഴ്ച നോമിനേഷന് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരുപാട് കണ്ടസ്റ്റന്റുകൾ ഈ ആഴ്ച നോമിനേഷന് വരികയും അവർ പുറത്തു പോകാൻ സാധ്യതയുള്ളൊരു കാഴ്ചയാണ് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്ന അനുമോളെ തന്നെയാണ്. അനുമോളുടെ വോട്ടിന് യാതൊരുവിധ ഇടിവും സംഭവിച്ചിട്ടില്ല. 66,854 വോട്ടുമായിട്ട് അനുമോളുടെ വോട്ട് ഓരോ മണിക്കൂറിലും ഉയരുന്നൊരു കാഴ്ച മാത്രം കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിസേലിനെയാണ് കാണാൻ സാധിക്കുന്നത്. 52,310 വോട്ടുകൾ സ്വന്തമാക്കി ജിസേലും തൊട്ട് പുറകെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ഞെട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ മുന്നേറ്റമാണ്. ആതിര, നൂറ തുടങ്ങിയവരെയൊക്കെ അട്ടിമറിക്കാൻ ലക്ഷ്മിക്ക് രാത്രിയോടുകൂടി സാധിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. 49,732 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ 4ാം സ്ഥാനത്താണ് ആതിരനെ കാണാൻ സാധിക്കുന്നത്. നൂറയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ആതിര മുന്നേറുകയാണ്. 42,108 വോട്ടുകൾ സ്വന്തമാക്കാൻ ആതിരയ്ക്ക് സാധിച്ചപ്പോൾ നൂറയ്ക്ക് 46,946 വോട്ടുകളുമായിട്ട് 5ാം സ്ഥാനത്ത് നിൽക്കാനേ ഈ ഒരു മണിക്കൂറിൽ സാധിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ് വോട്ടിംഗ് തുടക്കം മുതൽ ഈ ഒരു മണിക്കൂർ വരെ ആധിപത്യം ഈ 5 പേർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 6ാം സ്ഥാനത്ത് സാബുമോനെയാണ് കാണാൻ സാധിക്കുന്നത്. സാബുമോന് ചില സമയത്തൊക്കെ വോട്ടിംഗ് തിരിച്ചടികളുണ്ടെങ്കിലും നിലവിൽ സേഫ് ആകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 39,833 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഈ ആഴ്ച എവിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നെവിൻ 7ാമത് നിൽക്കുകയാണ്. നിലവിലും ഈ ഒരു ലിസ്റ്റിലുള്ള മികച്ചൊരു ഗെയിമർ കൂടിയാണ് നെവിൻ. ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ്. 37,266 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 8ാം സ്ഥാനത്ത് ഒനിയൽ സാബുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 34,145 വോട്ടുമായിട്ടാണ് ഒനിയൽ നിൽക്കുന്നത്. നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പൊസിഷൻസ് ഇതൊക്കെയാണ്. ഓരോ മിനിറ്റിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും പുറത്തു പോകാൻ സാധ്യതയുള്ളവരായിട്ട് സാബുമോൻ, നെവിൻ, അതോടൊപ്പം തന്നെ ഒനിയൽ തുടങ്ങിയവരാണ് മാറുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ 1 മണിക്കൂറിൽ മാറ്റങ്ങൾ വരുമെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന് ഒന്ന് ആലോചിച്ച് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് കാത്തിരിക്കുക നിർണായകമായിട്ട് വരുന്ന 1 മണിക്കൂർ വോട്ടിംഗ് മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.